രാമ, ഒരു 3 ആള് വന്നാ മതി. ആവശ്യമില്ലാത്തപ്പോ 100 ആള് പണിക്ക് വരും. ആവശ്യമുള്ളപ്പോഴോ മഷിയിട്ട് നോക്കിയ ഒന്നിനെയും കാണൂല്ല. ആരാ? രാജു എണീറ്റില്ലേ? ഏത് രാജു? ഇവിടെ താമസിക്കുന്ന രാജു. അച്ഛാ, ഏതോ രാജുവിനെ ചോദിക്കണു. മനസ്സിലായില്ല. രാജു ഇല്ലേ? കുറച്ചു കാലമായി രാജു ഇവിടാണ് താമസം എന്ന് ആരോ പറഞ്ഞു. രാഘവനെ ചോദിക്കണല്ലേ? അതെ അതെ, ഞങ്ങൾ നാട്ടിൽ വിളിക്കണതാ രാജു എന്ന്. അങ്ങനെ പറയൂ. രാഘവന്റെ നാട്ടിൽ നിന്നല്ലേ? വരൂ, അവിടെയാ. എടോ രാഘവ, എണീറ്റില്ലേടോ? ഒരു വിരുന്നുണ്ട്. ഞാൻ വിളിച്ചോളാം. രാത്രി ഒരേ വർത്താനം പറഞ്ഞ നേരം കുറെ ആയി ഇന്നലെ കിടക്കുമ്പോ. ആ നാഗമ്മയുടെ ഒരു വിവരമില്ല കൊച്ചോട്ടി, 4 ദിവസം എന്ന് പറഞ്ഞു പോയിട്ട്. നെല്ലും കാശും തീർന്നാ വരും. അങ്ങനെയാണല്ലോ അതിന്റെ പതിവ്. ആ, രാഘവേട്ടൻ എണീറ്റില്ലേ? അവിടെ ആരുമില്ല. രാവിലെ പോവെന്ന് പറഞ്ഞിരുന്നു. പക്ഷെ ഇത്ര നേരത്തെ പോവാറില്ല സാധാരണ. ചിലപ്പോ കേറിയിരിക്കൂ. രാഘവനെ കണ്ടില്ലേ? അവിടെ ഇല്ല. ഈ രാഘവേട്ടൻ ഇത്ര നേരത്തെ എങ്ങോട്ടാ പോയത്? ചിലപ്പോ വെറുതെ തോട്ട വെച്ചതൊക്കെ നോക്കാൻ ഇറങ്ങിയിടാവും. ഞങ്ങൾക്ക് ഇവിടെ ഒരാളും വരാനില്ല. രാഘവന് ചങ്ങായിമാരായിട്ട് ചിലരെങ്കിലും ഉണ്ടല്ലോ. പേരെന്താന്നാ പറഞ്ഞേ? ബാലൻ. ആ, ഇവിടെ വന്ന് പെടാനാ പാട് അല്ലേ? വന്ന് പെട്ടാൽ ഒരു വിഷമമില്ല. എന്തു തോന്നി? നല്ല സ്ഥലം. ലോറിയിൽ വന്നാതോ ജീപ്പിലോ? ജീപ്പില്. കരി കയറ്റാൻ പറഞ്ഞ ലോറിക്കാർക്കൊക്കെ എന്നെ അറിയാം. നാണേട്ടന്റെ അടുത്തേക്കാന്ന് പറഞ്ഞാൽ ഒരുമാതിരിക്കാരൊക്കെ കയറ്റും. ഞാനാ ഈ ഭാഗത്ത് ആദ്യം വന്നത്. ഞാൻ പോയിട്ട് പിന്നെ വരാം. അതാപ്പോ നന്നായേ. ഇക്കണ്ട ദൂരം വന്നിട്ടും ചെങ്ങായിയെ കാണാണ്ട് പോവേ. രാഘവൻ ഞങ്ങൾക്ക് അന്യനൊന്നുമല്ല. കൊച്ചുട്ടി, വരണ വിവരത്തിന് രാഘവൻ ഒരു കാർഡ് ഇടായിരുന്നില്ലേ? എന്നിട്ട് എന്താച്ചാ വിശേഷം? ആ തപാൽക്കാരൻ ഈ കുന്നു കയറി ഇറങ്ങോ? താഴത്തങ്ങാടിയിൽ കൊടുത്തിട്ട് പോവും, അത്ര തന്നെ. ഇക്കണ്ട ദൂരം നടക്കാൻ അയാൾക്കും കഷ്ടം തന്നെ. അല്ല, ഞങ്ങൾക്ക് ഇവിടെ എഴുത്തും കുത്തൊന്നും വരാനില്ലാന്നും വെച്ചോളൂ. രാഘവന്റെ അടുത്ത് തന്നെ വീട്. ബാലി കയറാമല എന്നൊക്കെ പറയണ പോലെ ഒരു സ്ഥലം അല്ലേ ബാല? ആദ്യം വരണവർക്ക് അങ്ങനെ തോന്നൂ. ഓരോ തലയിലെഴുത്തിന്റെ ഫലമായിട്ട് ഓരോരുത്തരും ഇവിടെ വന്നു വിടുന്നു. അല്ലാണ്ട് എന്താ പറയാ? ബാലന്റെ വീടിനൊന്നും പറ്റിയില്ലല്ലോ. എന്റെ വല്ലാത്തൊരു തലയിലെഴുത്ത് തന്നെയായി രാഘവന്റെ. മലവെള്ളം വന്ന് ഒറ്റ രാത്രി കൊണ്ട് വീടും കുടിയും ഒന്നും ഇല്ലാണ്ടാവുക വെച്ചാൽ, വീടും മുതലും ഒക്കെ പിന്നെ ഉണ്ടാക്കാന്ന് വെച്ചോ. അമ്മയും താഴെയുള്ളവരൊക്കെ അങ്ങോട്ട് ഇല്ലാണ്ടായാൽ, പണിസ്ഥലത്തായതുകൊണ്ട് രാഘവൻ രക്ഷപ്പെട്ടു അല്ലേ? അവരെ അച്ഛൻ തോമാസ് നായ്ക്കരെ. ഇപ്പൊ ഈ മലവാരത്തിൽ നിറച്ച ആളായി. ഇവരൊക്കെ ഞാൻ വന്നതിന് ശേഷം സ്ഥലം വാങ്ങിയവരാ. ഞാൻ വന്ന കാലത്ത് ഇവിടുത്തെ താഴ്ത്തങ്ങാടിൽ പകലൂടെ കുറുക്കനും പന്നി ഇറങ്ങും. ഇപ്പൊ ഒരു നേരം പീടിക. കണ്ടില്ലേ? ചായ വേണോ? വേണ്ട, നമുക്ക് നെല്ലുണക്കാനുണ്ടേ കൊച്ചോട്ടിയെ. നാട്ടില് കൃഷിയുണ്ടോ? ഇപ്പോഴില്ല. നാട്ടിലെ കൂലിച്ചെലവ് കേൾക്കുമ്പോ കൃഷി കൊണ്ട് ഒറ്റ ലാഭം ഉണ്ടാവില്ല. അധ്വാനിച്ചാൽ അതിന്റെ ഫലം ഉണ്ടാവും ഇവിടെ. പക്ഷെ അതിലൊരു താല്പര്യം വേണം. ബാലന്റെ ചങ്ങായിക്ക് വലിയ ഉത്സാഹമൊന്നുമില്ല. പേരിന് സ്ഥലം വാങ്ങേണ്ടെന്നല്ലാതെ ഒന്നും ചെയ്യണില്ല. ഞാൻ ഇടയ്ക്ക് പറയാറുണ്ട്, ഓരോ സമയത്ത് ഓരോ കമ്പാ രാഘവൻ. ഇരിക്കൂട്ടോ.
തീരായിട്ട് നിൽക്കണ ഒരു തള്ളയുണ്ട്. അതുണ്ടായിട്ടും വലിയ കാര്യമൊന്നുമില്ല. ദിവസം 1 ഉറുപ്പിയുടെ പുകല തിന്നും ഇല്ലേ ഉച്ചോട്ടി? അത് സാരമില്ല, പക്ഷെ മേലനങ്ങ മടിയുള്ള സൈസാ. എനിക്കതാ ദേഷ്യം. ഞാൻ അങ്ങാടിയിലോ അടിവാരത്തിലോ വെച്ച് കണ്ടോളാം. ഇരിക്കുന്നു. ബാലൻ ഒരു വഴിക്ക് ഇറങ്ങുമ്പോ ചെങ്ങായി വേറൊരു വഴിക്ക് കയറും. രാഘവന്റെ നാട്ടിൽ നിന്ന് ഒരു ചെങ്ങായി വന്നിട്ട് കുളിക്കണോ, ഇത് അങ്ങോട്ട് ഇറങ്ങി ഞങ്ങളുടെ പുഴയണം, നല്ല അസല് വെള്ളം, തോർത്ത് വേണം. വേണ്ട, ഞാനൊന്ന് നടന്നിട്ട് വരാം. നടന്നോ. ഒരു ദിവസം നിങ്ങൾ ആദ്യം പണി തുടങ്ങിയെന്ന് വെച്ച് തെറ്റൊന്നുമില്ല രാമ, ചെല്ലേ. എന്തോ ഒരു ബേജാറും കൊണ്ടാ ഈ ചെങ്ങായി വന്നിരിക്കണേ അല്ലേ ഉച്ചൂട്ടി? മിണ്ടാട്ടം കുറവാ. അച്ഛൻ വർത്താനം തുടങ്ങിയ പിന്നൊരാൾക്ക് പറയാൻ ഇടയിട്ടിട്ട് വേണ്ടേ, അതുകൊണ്ട് മിണ്ടാത്താവും. നിന്റെ അമ്മ എനിക്ക് പണ്ടൊരു പേരിട്ടിരുന്നു, വെട്ടുക്കിളിന്ന്. എപ്പോഴും വായ കൂട്ടൂല. വായിലെ നാവിന്റെ ബലം കൊണ്ട് തന്നെയല്ലേ അച്ഛന്റെ കൂടെ ഈ കാട്ടുമുക്കിലേക്ക് പോരാൻ അമ്മ സമ്മതിച്ചത്. എന്നും അതെനിക്കൊരു അതിശയാ. അങ്ങനെ അതിശയിക്കൊന്നും വേണ്ട. ചെറുപ്പത്തിൽ എന്നെ കണ്ട എങ്ങനെ ഇരുന്നു? അമ്മ മോഹിച്ചേ തെറ്റൊന്നുമില്ല. ഓ പിന്നെ കാമദേവന് വയസ്സായാലും ഇങ്ങനെ ഇരിക്കുമല്ലേ. പശുവിന് വെള്ളം കൊടുത്തോ? രാഘവന് ഇവിടെ എത്ര സ്ഥലമുണ്ട്? 2 ഏക്കർ. അത് ചെറിയ വിലക്ക് കിട്ടി. പിന്നല്ലേ പള്ളിക്കാര് മലവാരം വാങ്ങി വില കൂട്ടിയത്. കൃഷി ചെയ്ത് കൂടണോ ദുബായി പോണോ ഒന്നിനും ഒരു നിശ്ചയമില്ല രാഘവേട്ടന്. ഓരോ സമയത്ത് ഓരോന്ന് പറയും. 10,000-15,000 കൊടുത്ത് ദുബായി പോയിട്ട് എന്ത് കിട്ടാനാവോ? പണം കൊടുത്തോ? കൊടുത്തിട്ടില്ല. ആ കാശ് കൊണ്ടൊരു ചെറിയ വീടുണ്ടാക്കാലോ. അച്ഛൻ അതാ പറഞ്ഞത്. ഒക്കെ ഓരോരുത്തരുടെ ഇഷ്ടമല്ലേന്ന് വെച്ച് മിണ്ടാതിരിക്കാൻ പറഞ്ഞാ അച്ഛൻ കേക്കില്ല. അത്രയ്ക്കൊക്കെ കാശുണ്ടോ രാഘവന്? 2 ഏക്കർ നിസ്സാര വിലക്കല്ലേ അച്ഛൻ വാങ്ങിച്ചു കൊടുത്തേ. നാട്ടിൽ നിന്ന് സ്ഥലം വിറ്റ് കിട്ടിയ കാശ് അങ്ങനെ നാനാവിധാക്കിയിട്ടൊന്നുമില്ല. രാഘവൻ ഈ സ്ഥലം കണ്ടുപിടിച്ചതാ അത്ഭുതം. അച്ഛന്റെ ഉപദേശമാണ്. അങ്ങാടിയിൽ വെച്ച് യാദർച്ചയെ കണ്ടപ്പോ നിർബന്ധിച്ചു കൊണ്ടുവന്നല്ലേ സ്ഥലം കാണിക്കാൻ. അച്ഛൻ ആർക്കെങ്കിലും ഒക്കെ ഉപദേശം കൊടുത്തിട്ടില്ലെങ്കിൽ ഉറക്കം വരില്ല. ഇവിടെ ഇനി ഉപദേശം തുടങ്ങും, നോക്കിക്കോളൂ. നാണുവേട്ടനൊരു സഹായായി രാഘവൻ വന്നതല്ലേ? പക്ഷെ പണിയെടുപ്പിക്കാനൊന്നും രാഘവേട്ടൻ അറിഞ്ഞൂടാ. ഹിന്ദി പാഠം സമാപിക്കുന്നു. ഓ 9 അരിയിടാൻ നോക്കട്ടെ. സമയം ഇത്ര കൃത്യമായിട്ട്? അതിനല്ലേ ആകാശവാണി. ഹിന്ദി പാഠം കഴിഞ്ഞ അരിയെടുപ്പത്തിടാന്ന കണക്ക്. രാമ, ദാ കാപ്പി എല്ലാവർക്കും കൊടുക്ക്. കുറുമ്പം വന്നില്ലേ? അവൻ ഇങ്ങോട്ട് തരാനാ ഇപ്പോ. നീ പറഞ്ഞിട്ടാ കൊടുത്തത്. നിന്റെ കൂലിന്ന് അത് കിഴിക്കും, നോക്കിക്കോ. എന്റെ അടുത്ത് വിളവ് നടക്കില്ലെന്ന് പറഞ്ഞേക്ക് അവനോട്. അച്ഛാ, കോതയുടെ പെണ്ണ് 5 റുപ്യ അധികം പറ്റിയിട്ടുണ്ട്, അത് മറക്കണ്ട. കാര്യമില്ല. പിന്നെ ഞാൻ 10 റുപ്യ വാങ്ങിയ കണക്ക് എവിടെ? അത് ഞാൻ പറഞ്ഞില്ലേ, ഒരു ബനിയം വാങ്ങി 2 റുപ്യക്ക് ചായ കുടിച്ചു. ടൗണിൽ പോകുമ്പോ എന്തെങ്കിലുമൊക്കെ ചെലവുണ്ടാവില്ലേ രാജി? ഈ മാസം പാലായിട്ട് സൂക്ഷിക്കാൻ തന്നത് എത്രയാണെന്നറിയോ? 400. തെറ്റ്. 600 തന്ന അപ്പൊ തന്നെ അതിന് 25 എടുത്തില്ലേ കള്ള. പിന്നെ 15ഉം 10ഉമായിട്ട് 60 പറ്റി. എന്നെ പറ്റിക്കാൻ നോക്കണ്ട. ഓ ശരിയാണ്, മറന്നു. മറന്നോ? ഇങ്ങനെ ചെലവാക്കാൻ തുടങ്ങിയല്ലേ ലോറി ഓടിച്ച് മരം കയറ്റി പ്രമാണിയായി നടക്കണതേ സ്വപ്നത്തിൽ എന്നെ ഉണ്ടാവുള്ളൂ, പറഞ്ഞേക്കാം.
ഇപ്പൊ ഇത് മതി പോരെ. ഈ ബാങ്കിൽ എത്രയാണെന്ന് അറിയണ്ടേ ബാക്കി? നീ കണക്ക് വെക്കണുണ്ടല്ലോ, അത് മതി, എനിക്കറിയണ്ട. അറിയണം. നാട്ടിലെ സ്ഥലം വിറ്റ് 20,000 അങ്ങനെയുണ്ട്. അതിന്റെ മീതെ മാസം വീണത് 100-200 രൂപ. ഇങ്ങനെ പോയാലേ 40 എത്തി ലോറി എടുക്കുമ്പോഴേക്കും ബാലേട്ട് തന്തപ്പടിയാവും. ഓ ശരിയാണ്. ഒറ്റ വഴിയേ ഉള്ളൂ കാര്യം എളുപ്പത്തിൽ നടക്കാൻ. ശ്രീധനത്തുക എന്താണെന്ന് നിശ്ചയിച്ച് അത് നേരത്തെ ഈട്ടത്തിലിടാൻ പറ അച്ഛനോട്. കല്യാണം വരെ കാക്കണമെന്നില്ല. എന്തേ? ഒറ്റ മോളെ ആർക്കാ കെട്ടിച്ചു കൊടുത്തത് 4 പേര് ചോദിച്ചാ ഈർച്ചക്കാരനെന്ന് പറഞ്ഞ നാണക്കേടല്ലേ? മരുമകൻ ആരാ? ഷൂ അറിയില്ലേ? ആ ലോറിയും കരാറ് പണിയൊക്കെ ഉള്ള ബാലൻ. ആർക്കാ എന്റെ അന്തസ്? എന്നാലേ ഇത് ഇവിടെ ഇരിക്കട്ടെ. അല്ല, ബാലേട്ടാ. തരില്ല തരില്ല. എന്താ എന്താ അത്? ഒരു 10 റുപ്യ ചോദിച്ചാ കിട്ടാൻ പ്രയാസാക്കണേട്ടാ. തരണത് മുഴുവൻ വാങ്ങണ്ടേ? പിന്നെ എന്തിനാ എന്റെ സൂക്ഷിക്കാൻ തരണേ? അച്ഛന്റെ സ്വഭാവം ആ മോൾക്കും. ഇരുമ്പ് കുടിച്ച വെള്ള ഇവളുടെ കയ്യിൽ പെട്ട കാശ്. ആ ബാല, ഒരാഴ്ചയോട് ചുമര് പൊന്തും. അഴുക്കോലിന് പറ്റിയ കഷ്ണങ്ങൾ മൂപ്പനോട് പറഞ്ഞോ? ഇരുമുള്ളിന്റെ പുറവട്ട് എടുക്കാന്നാ മൂപ്പൻ പറഞ്ഞ്. ആശേരി കുത്തുണ്ടാക്കുന്നുണ്ട്, അത് നിന്റെ കയ്യിൽ തരാം. എന്തോ എന്നും ഈ ചായപ്പുഴയുടെ ചായപ്പിൽ കിടന്നാ പോരാന്ന് ഒരു നല്ല ബുദ്ധി തോന്നിയല്ലോ നിന്റെ അച്ഛന്. അതും ദുശലവാന്ന് ആ മകളുടെ കണക്ക് ബാല. ഇപ്പൊ എന്താ നമ്മൾ ഇവിടെ താമസിക്കണില്ലേ? ഇത് മതിയോ? ഒരറ വേണ്ടടി. ഇവിടെ ഒരു മുക്കില് കിടന്നോളോ കല്യാണം കഴിഞ്ഞാൽ നീ നിന്റെ ആളും. ചോദിച്ചു നോക്ക്. ഒന്ന് മിണ്ടി പറഞ്ഞിരിക്കാൻ സ്ഥലം ഉണ്ടോടി ഇവിടെ? മിണ്ടി പറഞ്ഞിരിക്കാന്ന് വെച്ചാ എന്താന്ന് മനസ്സിലായ നിനക്ക്? തൊള്ളാരം പറയാണ്ട് പോണ്ടോ വേഗം? വീട് പണി കഴിഞ്ഞാലും ശ്രീധനം വകയില് ഒരു സംഖ്യ തരാൻ കാണില്ലേ അച്ഛന്റെ കയ്യിൽ? ചായക്ക് 60 കാശ്, ഊണിന് 1.25. അറക്കനുണ്ടല്ലോ ശരിക്ക്. സംഖ്യ കുറച്ച് കാണണമല്ലോ അപ്പൊ. ഉവ്വ ഉണ്ടാവും. അതെ, ആ കാശേ പെണ്ണിന്റെ കഴുത്തിലും കാതിലും പൊന്നായിട്ട് കിടക്കും. വെള്ളി ഉറുപ്പ്യ ഒരെണ്ണം ആ വകയിൽ എന്റെ കുട്ടിക്ക് തൊടാൻ കിട്ടില്ല. ആ റൈറ്ററേ അടങ്ങിക്കേ. നീ പോയി ആ ഷർട്ടും മുണ്ടൊക്കെ ഒന്ന് ഇസ്തിരിയിട്ട് വെക്കേ. കോലോം പറമ്പത്ത് കാവടിക്ക് പോകുമ്പോ ഇടാം. വൃത്തിയും വെടുപ്പമായിട്ട് വരാമെങ്കിൽ നിനക്കും കൂടെ വരാം. കാട്ടുജാതിയും കൊണ്ടാണ് ഞാൻ നടക്കുന്നതെന്ന് തോന്നരുതല്ലോ പരിചയക്കാര് കാണുമ്പോ. എന്താ പറഞ്ഞേ? എന്താ പറഞ്ഞേ? കാട്ടുജാതിയോ? ആ ഇനി പറയോ? ചെലപ്പോ. ഇനി പറയോ? 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 ഇനി പറയോ? അങ്ങാച്ചോണ.